കാസർഗോഡ് ജില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂണിറ്റ് ആയിരുന്നു മാണിക്കോത്ത് യൂണിറ്റ്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കരീം മൈത്രി ആയിരുന്നു. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആ പ്രവർത്തനം കണ്ട് അസൂയ പൂണ്ട പലരും പല രീതിയിലും നിങ്ങൾക്കെതിരെ വന്നെങ്കിലും നിങ്ങൾ ഒന്നും വകവെക്കാതെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുബൈർ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും SUവിൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, SUവിൻ്റെ 69ാം സ്ഥാപക ദിനമാണ് ഇന്ന്. എന്തുകൊണ്ടും മാണിക്കോത്ത് ശാഖയെ സംബന്ധിച്ചിടത്തോളം, മാണിക്കോത്ത് യൂണിറ്റ് SUവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. കാരണം ഇന്നത്തെ ദിവസം സ്ഥാപക ദിനവും അതിനോടുകൂടി നിങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി SUവിന് ഒരു MLA വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റഹ്മത്തുള്ള അവർ MLA ആയി ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇരട്ടി മധുരം ഉള്ള ഈ ദിവസത്തിൽ തന്നെ സ്ഥാപക ദിനവും വന്നത് എന്തുകൊണ്ടും പടച്ചവൻ്റെ ഒരു വിധി ആയിരിക്കാം എന്ന് നമുക്ക് കരുതാം. അതിനാൽ മുൻകാലങ്ങളിൽ നിങ്ങളിവിടെ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, കാരണം കാസർഗോഡ് ജില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂണിറ്റ് ആയിരുന്നു മാണിക്കോത്ത് യൂണിറ്റ്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കരീം മൈത്രി ആയിരുന്നു. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആ പ്രവർത്തനം കണ്ട് അസൂയ പൂണ്ട പലരും പല രീതിയിലും നിങ്ങൾക്കെതിരെ വന്നെങ്കിലും നിങ്ങൾ ഒന്നും വകവെക്കാതെ നന്നായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ നമ്മുടെ നേതാക്കന്മാരുടെ ചില കഴിവുകേട് എന്ന് തന്നെ പറയാം, യൂണിറ്റിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരു ചെറിയ തളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇനി ആ തളർച്ച മാറ്റി പൂർവാധിക ശക്തിയോടുകൂടി നിങ്ങൾക്ക് കുതിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാണിക്കോത്ത് ശാഖയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.